ഒരു സൈക്കോ കില്ലറുടെ മുന്നിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കില്ലർ തൻ്റെ തൊട്ടുപുറകിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ കാലൊച്ച പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്തരത്തിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് മാത്രം കാണാൻ കഴിയുന്ന ഒരു കൊറിയൻ ത്രില്ലറാണ് മിഡ് നൈറ്റ്. നമുക്ക് ജസ്റ്റ് നോക്കാം. സിനിമ തുടങ്ങുന്നത് ദോസിക് എന്ന സീരിയൽ കില്ലറിലൂടെയാണ്. രാത്രിയിൽ തനിച്ചു പോകുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊല്ലുന്നതാണ് ഇയാളുടെ വിനോദം. ഒരു രാത്രി സോജങ് എന്ന പെൺകുട്ടിയെ ഇയാൾ തൻ്റെ വാനിലേക്ക് വലിച്ചഴകുന്നു. ഈ സമയം അവിടെ എത്തുന്ന നായിക ക്യുങ്മി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സോജങ്ങിനെ കാണും. ദോസിക്കിൻ്റെ അടുത്ത ഇരയായി ക്യുങ്മി മാറുന്നത് ഇവിടെ വെച്ചാണ്. ക്യുങ്മി ഓടി രക്ഷപ്പെട്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു. അവർ രണ്ടുപേരും സംസാരിക്കാൻ കഴിയാത്തവരായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നു. ഈ സമയം ദോസിക് ഒരു സ്യൂട്ടൊക്കെ ധരിച്ച് വളരെ മാന്യനായി അവരുടെ മുന്നിലെത്തുന്നു. താൻ ആ പെൺകുട്ടിയെ സഹായിക്കാൻ വന്നതാണെന്ന് അഭിനയിച്ച് അവൻ അവരെ വിശ്വസിപ്പിക്കുന്നു. ക്യുങ്മിക്ക് കേൾക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളുടെ മുന്നിൽ വെച്ച് തന്നെ അവളെ കൊല്ലാനുള്ള പ്ലാനുകൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അവൾക്ക് അത് കേൾക്കാൻ കഴിയില്ലല്ലോ. കാണാതായ സോജിങ്ങിനെ തിരിഞ്ഞ് അവളുടെ ചേട്ടൻ ജോങ് തഗ് അവിടെ എത്തുന്നു. അവിടെയാണ് സിനിമയിലെ അടുത്ത ട്വിസ്റ്റ്. ദോസിക് വളരെ തന്ത്രപരമായി ക്യുങ്മിയെ ചൂണ്ടിക്കാണിച്ച് അവളാണ് തൻ്റെ പെങ്ങളോട് എന്തോ ചെയ്തതെന്ന് ജോങ് തങ്ങിനെ വിശ്വസിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ ജോങ് തങ്ങും ദോസിക്കും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും ദോസിക് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. എന്നാൽ ദോസിക്കിൻ്റെ കയ്യിൽ കത്തിയിരിക്കുന്നത് ആരും കാണുന്നില്ല. അവൻ പോലീസുകാരെയും ജോങ് തങ്ങിനെയും തൻ്റെ അഭിനയം കൊണ്ട് പാട്ടിലാക്കുന്നു. ക്യുങ്മിയുടെ അമ്മയുടെ ഫോൺ തട്ടിയെടുത്ത് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. നഗരമധ്യത്തിൽ വെച്ച് തന്നെ അവൻ ക്യുങ്മിയെ വേട്ടയാടാൻ തുടങ്ങുന്നു. ഇവിടെ ഓരോ നിമിഷവും പ്രേക്ഷകർക്ക് നെഞ്ചിടിച്ചു കൂട്ടുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ അവസാന ഭാഗത്ത് ദോസിക് ക്യുങ്മിയെ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കുത്താൻ വരുന്നു. അവിടെയുള്ള ആളുകളോട് അവൾ തൻ്റെ അനിയത്തിയാണെന്നും മാനസിക നില തെറ്റിയതാണെന്നും അവൻ നുണ പറയുന്നു. ആളുകൾ ഇത് വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ക്യുങ്മി തൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നത്. അവൾ താൻ സംസാരിക്കാൻ കഴിയില്ലെന്ന് അഭിനയിക്കുന്നതിന് പകരം ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ദോസിക്കിനെ പരസ്യമായി പ്രകോപിപ്പിക്കുന്നു. ദോസിക്ക് നിയന്ത്രണം വിട്ട് കത്തി വീശുമ്പോൾ അവൾ സ്വയം കുത്തേറ്റതുപോലെ അഭിനയിച്ചു വീഴുന്നു. ഒരു സാധാരണക്കാരൻ പാവം പെൺകുട്ടിയെ ആക്രമിക്കുന്നു എന്ന് കണ്ടതോടെ നാട്ടുകാർ ഇയാളെ വളയുന്നു. ഒടുവിൽ ജോങ് തഗ് അവിടെ എത്തുകയും പോലീസിൻ്റെ സഹായത്തോടെ ദോസിക്കിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു.